ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം ട്രിബ്യൂണൽ അംഗീകരിക്കണമെന്ന് മുനമ്പം സമരസമിതി. നിലവിലെ വഖഫ് ബോർഡ് പിരിച്ചുവിടണം. കേസുള്ള ഭൂമി ഉമ്മീദ് പോർട്ടലിൽ ചേർക്കാൻ കഴിയില്ല. വിഷയത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണും. സമരത്തിന് മുൻപ് പ്രശ്നം പരിഹരിക്കുമെന്ന് പ്രതീക്ഷയെന്നും സമരസമിതി പ്രതികരിച്ചു. ബോർഡിനെയും പിരിച്ചുവിടണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ഇതിന്റെ എല്ലാ രേഖകളും ഞങ്ങളുടെ കൈവശമുള്ളപ്പോൾ എങ്ങനെ ഉമ്മീദ് പോർട്ടലിൽ ഇത് ചേർക്കാൻ സാധിക്കും? മുഖ്യമന്ത്രി നേരിട്ട് കാണുന്നുണ്ട്. ഇല്ല, അതിനു മുമ്പ് തന്നെ ഈ പ്രശ്നം ഉടനെ പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള മണ്ടന്മാരെല്ലാം വഖഫ് ബോർഡിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അവരെ ഇതിൽ നിന്ന് പുറത്താക്കുക. ഷീന മാർട്ടിൻ വിശദാംശങ്ങളുമായി. ഷീന, ഈ മുനമ്പം ഭൂമി വഖഫ് പോർട്ടലിൽ ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതോടുകൂടി അത് ഈ കേസിന് ഒരു പുതിയ വഴിത്തിരിവായി മാറുകയാണ്. സ്വാഭാവികമായും മുനമ്പത്ത് താമസിക്കുന്ന ആളുകൾക്ക് അത് വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഈ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ ഇടയായ കാരണങ്ങളെക്കുറിച്ച് എന്താണ് സമരസമിതി കരുതുന്നത്? അവരുടെ ഭാഷ്യം, അവർ മനസ്സിലാക്കുന്നത് എന്താണ്? ഇനിയുള്ള അവരുടെ നീക്കങ്ങൾ എങ്ങനെയാണ്? സേഫു, കൊച്ചി മുനമ്പത്തി തർക്കഭൂമി വഖഫ് ബോർഡ് ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിനെതിരെയാണ് ഇപ്പോൾ മുനമ്പം സമരസമിതി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. അതായത് നിലവിൽ ഈ ഉമ്മീദ് പോർട്ടലിൽ ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ അവിടെ താമസിക്കുന്നവരെല്ലാം ഭൂമി കയ്യേറ്റം ചെയ്തവരായിരിക്കും. അവരെ കുടിയൊഴിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം ഈ ട്രൈബ്യൂണൽ അംഗീകരിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. നിലവിലുണ്ടായിരുന്ന വഖഫ് ബോർഡ്, അതായത് കഴിഞ്ഞ സർക്കാർ രൂപീകരിച്ച വഖഫ് ബോർഡ്, അത് പിരിച്ചുവിടണം. ഞങ്ങളാണ് അവിടെ, അല്ലെങ്കിൽ ഈ മുനമ്പം വാസികളാണ് അവിടെ കരമടയ്ക്കുന്നത്. ആ ഭൂമി എങ്ങനെ ഇവർക്ക് സർക്കാരിനെ ഉമ്മീദ് പോർട്ടലിൽ ചേർക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ മുനമ്പത്തെത്തി മുനമ്പം നിവാസികൾക്ക് വാക്ക് കൊടുത്തിരുന്നു 10 മിനിറ്റിനുള്ളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന്. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു പോയ സർക്കാർ മനഃപൂർവ്വം ചെയ്തതാണ്. അങ്ങനെയാണ് ഈ ഉമ്മീദ് പോർട്ടലിൽ ചേർത്തത് എന്നുള്ളതാണ് മുനമ്പം നിവാസികൾ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. ഇനിയുള്ള അവരുടെ നീക്കം മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. സമര പരിപാടികളും ഇപ്പോൾ അവർ ആവിഷ്കരിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാം. മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടും, ഈ വിഷയം പരിഹരിക്കുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. എറണാകുളം DCC പ്രസിഡന്റ് കൂടിയായ മുഹമ്മദ് ഷിയാസുമായി ഇവർ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രി ഏറ്റവും വേഗത്തിൽ മുഖ്യമന്ത്രിയെ കാണുന്നതിനും ഒരു സമര പരിപാടിക്ക് മുന്നിട്ടിറങ്ങുന്നതിന് മുൻപ് തന്നെ ഇതിൽ ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. പക്ഷേ ഈ വളരെ രൂക്ഷമായ രീതിയിൽ വഖഫ് ബോർഡിനെ അവർ വിമർശിക്കുകയാണ്. മണ്ടന്മാരാണ് വഖഫ് ബോർഡിലുള്ളവർ, അവരെ പിരിച്ചുവിടണം, പുതിയ സമിതി വേണം എന്നുള്ളത് കൂടിയാണ് ഇവരുടെ ആവശ്യം.